إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 164-ാമത്തെ ആയത്താണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നാം വിശദീകരിച്ചത്. ആ ആയത്തിൻ്റെ അവസാന ഭാഗം കൂടി ബാക്കിയുണ്ട്. അഥവാ ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ എന്ന ഭാഗം. അല്ലാഹു തആല അവൻ്റെ സൃഷ്ടിപ്പിലെ ഒരുപാട് അത്ഭുതങ്ങളെ പരാമർശിച്ചു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറി വരുന്നതിലും വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും അല്ലാഹു തആല ആകാശലോകത്തിന് ഇറക്കിയ വെള്ളത്തിലും ആ വെള്ളം മുഖേന നിർജീവമായ ഭൂമിയെ സജീവമാക്കിയതിലും അതുവഴി എല്ലാത്തരം ജീവജാലങ്ങളെയും ഇവിടെ വ്യാപകമാക്കിയതിലും അതുപോലെ കാറ്റുകളെ കൈകാര്യം ചെയ്തതിലും ആകാശഭൂമികൾക്കിടയിൽ വിധേയമാക്കപ്പെട്ട കാർമേഘത്തിലുമെല്ലാം ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ഓരോ ദൃഷ്ടാന്തങ്ങളും വിശദമായി തന്നെ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചു. ഇന്നലെ അവസാനം അല്ലാഹു പറയുന്നത് ഇതിലൊക്കെ ആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ, ഈ പറയപ്പെട്ട എല്ലാത്തിലുമുണ്ട് ലആയാത്തിൻ, തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട്. ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ലആയാത്ത് എന്നത് ലാമു ഹാദിഹിൽ തൗക്കീദ്, ല എന്ന ലാമ് തൗക്കീദിനാണ്, ഒന്നുകൂടെ ഉറപ്പിക്കാനാണ്. ആയാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു ലആയാത്തിൻ, തീർച്ചയായും ആയത്തുണ്ട് എന്നാണ് അർത്ഥം. ആയാത്ത് എന്നുള്ളത് പലപ്പോഴായി വന്നതാണ്. ദൃഷ്ടാന്തം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ആയത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ആയാത്ത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ പറയപ്പെട്ട ഓരോന്നിലും. ഐ അറഫ്തും ഫീമാ സബഖ അന്ന കുല്ല വാഹിദിൻ മിൻ ഹാദിൽ അൻവാഇ ഫീഹി ആയാത്ത്, ഈ ഓരോ ഇനത്തിലും ഉണ്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. സൃഷ്ടിപ്പ് പറഞ്ഞു, രാപ്പകലുകൾ പറഞ്ഞു, കാറ്റ് പറഞ്ഞു, വെള്ളം പറഞ്ഞു, കപ്പൽ പറഞ്ഞു, കാർമേഘം പറഞ്ഞു. ഈ ഓരോ എല്ലാത്തിനും കൂടി ദൃഷ്ടാന്തമല്ല, ഓരോന്നിനും തന്നെ ഒരുപാട് ആയത്തുകൾ. കുല്ലു വാഹിദിൻ ഫീഹി ആയാത്ത്, ഓരോന്നിലുമുണ്ട് ധാരാളം ആയത്തുകൾ. മാ ഹുവ മഅനാഹ അന്നൽ ആയാത്ത് മുവസ്സഅത്തുൻ ലികുല്ലി വാഹിദിൻ ആയ,
കുല്ലു വാഹിദിൻ യസ്തമില ആയാത്ത്. ഈ ഓരോന്നിലും ഒരായത്തുണ്ട് എന്നല്ല, എല്ലാത്തിലുമുണ്ട് ധാരാളം ആയത്തുകൾ, ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഈ പറയപ്പെട്ട ഓരോന്നിലുമുണ്ട്. പക്ഷേ ആ ദൃഷ്ടാന്തം ആർക്കാണ്? ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്കാകുന്നു ദൃഷ്ടാന്തമുള്ളത്. അല്ലാത്തവനോ ഈ ദൃഷ്ടാന്തം ബോധ്യപ്പെടുക? ചിന്തിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ദൃഷ്ടാന്തം ബോധ്യപ്പെടുകയില്ല. നമ്മൾ വിശദമായി പറഞ്ഞു. തസ്രീഫ് ചെയ്യാൻ കാറ്റിൻ്റെ ക്രമീകരണം, അതിൽ തന്നെ ശൈഖ് വിശദീകരിച്ച ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ചിന്തിക്കുന്നവർക്കേ മനസ്സിലാവൂ. അല്ലാത്തവൻ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്നു, ആകാശം ഭൂമിയും കാണുന്നു, രാവും പകലും മാറി മാറി വരുന്നു, കപ്പൽ കാണുന്നു എന്നല്ലാതെ ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അതുകൊണ്ട് അല്ലാഹു തആല ഖൗമി യഅഖിലൂൻ എന്ന് പറഞ്ഞത് ബുദ്ധിമാന്മാർക്ക്, ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. യഅഖിലൂൻ ഐ ലഹും ഉഖൂൽ, ബുദ്ധിയുള്ളവർക്ക്. പക്ഷേ ബുദ്ധിയുള്ള എല്ലാവർക്കും കിട്ടുമോ? ഇല്ലല്ലോ. വലിയ 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 ബുദ്ധിയുള്ള മനുഷ്യന്മാർ പോലും ഇതേപ്പറ്റി ആലോചിക്കാതെയും ചിന്തിക്കാതെയും പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ശൈഖ് പറഞ്ഞു അന്നൽ അഖ്ല യൻഖസിമു ഇലാ ഖിസ്മൈൻ. അഖ്ൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് രണ്ട് തരമാണ്. ഒന്ന് അഖ്ലു ഇദ്റാകിൻ വ അഖ്ലു റുഷ്ദി. ഒന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധി, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പറഞ്ഞാൽ മനസ്സിലാവാനുള്ള ബുദ്ധി. മറ്റൊന്ന് തൻ്റെ ഇടം എന്ന അർത്ഥത്തിൽ അത് ചിന്തിക്കുകയും ആലോചിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ബുദ്ധി. ഈ രണ്ട് തരം ബുദ്ധിയുണ്ട് എന്നാണ്. അഖ്ലുൽ ഇദ്റാഖി ഹുവ മനാത്തുത് തക്ലീഫ്. ബുദ്ധിയുണ്ടാവുക എന്ന ആ ഒരു ഇദ്റാഖ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹിക്കാനുള്ള ശേഷി എന്ന അർത്ഥത്തിലുള്ള ബുദ്ധി, ആ ബുദ്ധി ഉണ്ടെങ്കിൽ മതനിയമങ്ങൾ ബാധകമായി. അതില്ലാതാകുമ്പോൾ മതനിയമങ്ങൾ ഇല്ലാതായി പോകും. അതാണ് നമ്മൾ ഭ്രാന്ത് എന്ന് പറയാം. ആ ബുദ്ധി ഇല്ലെങ്കിൽ ഒരു ഭ്രാന്ത് എന്ന് പറയും, ഒരു മതനിയമങ്ങളൊന്നും ബാധകമല്ല. എന്നാൽ റുഷ്ദ്, വിവേകം, തൻ്റെ ഇടം, കാര്യബോധം എന്ന അർത്ഥത്തിലുള്ള അക്കല്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സനാഉ മദ്ഹ്, പ്രശംസക്ക് കാരണമായി മാറുക. ഒന്നാമത്തില്ലാതായാൽ തക്ലീഫ് ഇല്ലാതാവും, രണ്ടാമത്തില്ലാതായാൽ മദ്ഹ്, പ്രശംസക്ക് അവൻ അർഹനല്ലാതായി മാറും. ഇവിടെ പറഞ്ഞ രണ്ടാമത്താണെന്നാണ്. കാരണം ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവും, ഏറ്റവും വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ബുദ്ധി കൊണ്ട് മാത്രം ഇത് മനസ്സിലാവില്ല. ആ ബുദ്ധി ഉപയോഗിക്കുകയും ചിന്തിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലുള്ള റുഷ്ദ്, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഫൽ ഇൻസാനുൽ ആഖിൽ അല്ലദീ യസ്തഅമിലു അഖ്ലഹു ഫീമാ യൻഫഉഹു. യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ തനിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ആ ബുദ്ധി ഉപയോഗിക്കുന്നു എങ്കിൽ ഫയഅഖിലുഹു അമ്മാ ലാ യൻബഗി, അപ്പോൾ ആവശ്യമില്ലാത്തതിൽ നിന്ന് അത് അവനെ തടഞ്ഞു വെക്കും. അതുകൊണ്ടാണ് ബുദ്ധിക്ക് അഖ്ല് എന്ന പേര് തന്നെ വന്നത്. ശരിക്കും അഖ്ല പറഞ്ഞാൽ ബന്ധിച്ചു എന്നാണ്. അഖ്ല ബന്ധിച്ചു, അതിനാണ് അഖ്ല്. ബുദ്ധിക്ക് അഖ്ല് എന്ന പദം ഉപയോഗിക്കാൻ തന്നെ കാരണം ആവശ്യമില്ലാത്തതിലേക്ക് പോകാതിരിക്കുക, ആവശ്യമുള്ളതിലേക്ക് മാത്രം പോവുക. ആ നിലയ്ക്ക് മനുഷ്യനെ തടഞ്ഞു വെക്കുന്നുണ്ട് ബുദ്ധി എന്നുള്ളത്. ഒരു സംഗതി കാണുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, ഇത് കാണാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ദോഷകരമായതിലേക്ക് പോകാതിരിക്കുകയും ഗുണകരമായതിലേക്ക് മാത്രം പോവുകയും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ബുദ്ധി. അതുകൊണ്ടാണ് അവനെ അഖ്ല് എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്നത്. ബുദ്ധിയില്ലാത്ത ഒരാളോ ഏതിലേക്കും പോകും, എന്തും ചെയ്യും, ഓനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ടാണ് അഖ്ല് എന്ന പദം തന്നെ ഉപയോഗിച്ചത്. ഫൽ ഇൻസാനു ആഖിലു ഹഖൻ ഇദാ തഅമ്മല ഹാദിഹിൽ അശ്യാ വജദ അന്ന ഫീഹാ ആയാതിൻ തദുല്ലു അലാ ഖാലിഖിഹാ വഅലാ മുജ്രിഹാ ജല്ല വഅലാ. ശരിയായൊരു ബുദ്ധിമാൻ അവൻ്റെ ബുദ്ധി ഉപയോഗിക്കുകയും ശരിയായി ചിന്തിക്കുകയും ചെയ്താൽ ഈ പറയപ്പെട്ട ഓരോന്നിലും ഒരു സൃഷ്ടാവുണ്ട്, ഖാലിഖുണ്ട്, ഇതെല്ലാം ഉണ്ടാക്കിയവനുണ്ട് എന്നവന് ബോധ്യപ്പെടും. അമ്മൽ ഇൻസാനുൽ മുഅ്രിദ്, എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു പോകുന്ന മനുഷ്യരാണെങ്കിലോ ഫഹുവ വഇൻ കാന അഖ്ലുഹു കബീറ വദകാഹു ഖവിയ്യ ഫഇന്നഹു ലാ യൻതഫഉ ബിഹി. വലിയ ബുദ്ധി സാമർത്ഥ്യമുള്ള ആളാണെങ്കിലും ശരി, ഇതൊന്നും ഉപകാരപ്പെടുകയുമില്ല. വലിയ ബുദ്ധിമാനാണ്, വലിയ വലിയ തന്ത്രങ്ങൾ മെനയുന്ന ആളാണ്, രാജ്യം മൊത്തം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, ലോകത്ത് വലിയ വലിയ സംഭാവന അർപ്പിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതൊരു മനസ്സിലാകുന്നില്ല. കാരണം ആ ബുദ്ധിയെ ഉപയോഗിക്കേണ്ട രീതിയിൽ അവൻ ഉപയോഗിച്ചിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് അല്ലാഹു തആല വിശ്വാസം സ്വീകരിക്കാത്ത അവിശ്വാസികളായ ആളുകളെ പറ്റി അല്ലാഹു പറഞ്ഞത് ലാ യഅഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം അവർക്ക് ബുദ്ധിയില്ല എന്നാണോ? അല്ലല്ലോ. ലാ യഅഖിലൂൻ എന്ന് ഉപയോഗിച്ച ആളുകൾക്കൊന്നും ബുദ്ധിയില്ല എന്ന് പറയുമ്പോൾ ഇല്ല, അവർക്ക് അഖ്ലുൻ ഇദ്റാഖി, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധി അതവർക്കുണ്ട്. പക്ഷേ
അതവർക്ക് ഉപകാരപ്പെട്ടില്ല, അവർ ചിന്തിച്ചില്ല. ബുദ്ധിയുണ്ടവർക്ക്, പക്ഷേ ബുദ്ധി ഉപയോഗിച്ചില്ല. അവിടെ അല്ലാഹ് പറഞ്ഞു ലാ യഖിലൂൻ. അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹ് പറഞ്ഞത് ലആയാത്തിൻ ലിഖൗമി യഖിലൂൻ. ഈ പറയപ്പെട്ട ഓരോന്നിനും ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമി യഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. അല്ലാതെ എല്ലാവർക്കും ആ ദൃഷ്ടാന്തം ബോധ്യപ്പെടണമെന്നില്ല, എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ദൃഷ്ടാന്തം ബോധ്യപ്പെടുക. അപ്പോൾ ഈ ആയത്ത് ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഭാഗത്ത് നിന്ന് ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന്. പക്ഷെ ആ ചിന്ത എന്തിനാണ്? അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അവൻ്റെ അളമത്ത്, അവൻ്റെ ഹിക്മത്ത്, ഇതൊക്കെ മനസ്സിലാക്കാവുന്ന ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇതിലൂടെ പറയുന്നത്. ആ ചിന്തയാണ് അല്ലാഹു തആല ഇവിടെ പ്രോത്സാഹിപ്പിച്ചത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഏതാണെങ്കിലും ഒരുപാട് പാഠമുള്ള വചനമാണ് ഈ വചനം. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും കൃത്യമായ ഒരു തിരിച്ചറിവ് ലഭിക്കാൻ, അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ ഉതകുന്ന വചനമാണിത്. ആ നിലയ്ക്ക് ഉൾക്കൊള്ളാൻ, ചിന്തിക്കാൻ, പാഠം ഉൾക്കൊള്ളാനൊക്കെ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.